ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുജിയുടെ ഫോണിലേക്ക് ഇഷിതയുടെ മെസ്സേജ് വന്നിട്ടോ. അപ്പോൾ വേഗം തന്നെ പ്രിയാമണി വന്ന് നോക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, ഒരു അർജൻറ്റ് കേസുണ്ട്, ഇപ്പോൾ വീട്ടിലേക്ക് പുറപ്പെട്ടു, വന്നിട്ട് പറയാം, സുജിക്ക് എല്ലാത്തിലും എന്നെ സഹായിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ആണ് കേട്ടോ. അപ്പോൾ പറയുന്നത് ഇപ്പോൾ സമാധാനമായല്ലോ, നീ എങ്ങോട്ട് പോകാൻ, ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നത്. സുജി പോകട്ടോ, ഇത് നമുക്ക് അപ്പുറത്ത് പോയി പറയണ്ടേ, എന്തിന്, അത് അവൾ വിളിച്ച് പറഞ്ഞോളൂ പ്രിയാമണിയും പറയും കേട്ടോ. ഇതേ സമയം ഇഷിതിനെ കാണാതെ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ സ്വപ്നവല്ലി. ഈ സമയത്ത് രാമൻ അവിടേക്ക് വരുന്നുണ്ട്. അവളെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും, അവളെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഇങ്ങനെ സ്വപ്നവല്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാമനാഥൻ പറയുന്നത് നീ ആവശ്യമില്ലാത്തത് പറയണ്ട കേട്ടോ എന്നൊക്കെ പറയും. ഈ സമയത്ത് അവിടേക്ക് മഹേഷ് വരികയാണ് കേട്ടോ. മഹേഷ് വരുമ്പോൾ ഇഷിതനെ കാണൂല കേട്ടോ. അപ്പോൾ രാമനാഥൻ ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തായി മോനെ ചോദിക്കുമ്പോൾ, അറിയില്ല അച്ഛാ, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, ഹോസ്പിറ്റലിലില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ എന്ന് പറയാനായിട്ട് അറിയില്ല എവിടെയാണ് പോയതെന്ന്. പക്ഷേ അവളെ രാത്രി 10 മണിക്ക് ഒരു പയ്യൻ്റെ കൂടെ കോഫി ഹൗസിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആൾക്കാർ, അതൊരാളെന്നോട് പറഞ്ഞു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സ്വപ്നവല്ലി ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് എന്തായി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ സംഭവമൊക്കെ. മഹേഷേ നീ ഇട്ടേക്ക്, നീ ഇനി അവളെ കാര്യം നോക്കണ്ട, അവളിനി നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹേഷ് അകത്തേക്ക് പോകും. ഈ സമയത്ത് വാതിലടയ്ക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ രാമനാഥൻ. അപ്പോഴാണ് ഇഷിതിനെ കാണുന്നത്. അപ്പോൾ മോളോ വായു എന്ന് പറഞ്ഞിട്ട് രാമനാഥനെ അകത്തേക്ക് വിളിക്കാൻ കേട്ടോ. അപ്പോൾ അകത്തേക്ക് പോയ മഹേഷിനെ സ്വപ്നവല്ലി വിളിക്കുകയാണ്. മഹേഷേ ദേ വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ മഹേഷ് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇഷിത അങ്ങനെ അകത്തേക്ക് വന്ന സമയത്ത് മഹേഷ് ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്, നിനക്കെന്താ നേരം വൈകുകയാണെങ്കിൽ ഒന്ന് വിളിച്ചറിയിച്ചൂടെ, നീ എവിടെ കറങ്ങാൻ പോയതാണ്, ആരുടെ കൂടെ കറങ്ങാൻ പോയതാണെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് ചൂടാവാം കേട്ടോ മഹേഷ്. അപ്പോൾ സ്വപ്നവല്ലി പറയടി, നീ എവിടെ പോയിരുന്നത്, നീ ആരുടെ കൂടെയാണ് കോഫി ഹൗസിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ. സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട്, നിന്നെ കൂടെ ആരായിരുന്നു, നീ ആരുടെ കൂടെയാണ് കറങ്ങാൻ പോയെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇഷിത പറയുന്നുണ്ട്, അത് ഇതൊന്നും നിങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ഞാനാണോ പാതിരയ്ക്ക് മദ്യപിച്ച് വരുന്നത്, ആണോ, അല്ലല്ലോ, പിന്നെ ആദ്യ ഭാര്യയുടെ വീട്ടിൽ നിന്ന് രാത്രി 12 മണിക്ക് മുറിയിൽ പൂട്ടിയിടേണ്ട അവസ്ഥ വന്നത് ആര് കാരനാണ്, ഞാൻ കാരനാണോ, അപ്പോൾ നിങ്ങൾക്കാവാം ഇതൊക്കെ, എനിക്കാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹേഷ് പറയാണ്, എന്തെന്നൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്താൽ പുരുഷ മേധാവിത്യം, വിളിച്ച് പറഞ്ഞാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴോ എന്നൊക്കെ മഹേഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ. മഹേഷ് ചോദിക്കുന്നതിനൊക്കെ കറക്റ്റായിട്ട് ഇഷിതയും മറുപടി പറയുന്നുണ്ട്. അപ്പോൾ സ്വപ്നവല്ലിയുടെ വീണ്ടും വഴക്ക് പറഞ്ഞപ്പോൾ സ്വപ്നവല്ലി പറയും, അമ്മേ, സ്വപ്നവല്ലിയോട് ഇഷിത പറയും, അമ്മേ ഞാൻ അമ്മ എന്ന് വിളിച്ചതിന് നല്ലൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്, അതെന്നെ കൊണ്ട് മാറ്റി വിളിപ്പിക്കരുതെന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ഇഷിത കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ തന്നെ അവരോട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മഹേഷ് എന്നുണ്ടെങ്കിൽ ഒന്നും ഇടാതെ നിൽക്കുന്നുണ്ട്. നിനക്ക് പറഞ്ഞൂടെ ആരുടെ കൂടെയാണ് നീ കറങ്ങാൻ പോയതെന്ന്, ആരുടെ കൂടെയാണ് കോഫി ഹൗസിൽ വെച്ച് കണ്ടതെന്നൊക്കെ പറയുമ്പോൾ, അതാണോ, അത് ഞാൻ പറയാം, ഈ വീട്ടുകാർ ഈ വീട്ടിലുള്ള എല്ലാവരും എന്നിൽ നിന്നൊരു രഹസ്യം മറച്ചു വെച്ചിരുന്നില്ലേ, അത് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അകത്തേക്ക് പോകുകയാണ് ഇഷിത. അപ്പോൾ മഹേഷും ആകെ ഞെട്ടി നിൽക്കുകയാണ്. അമ്മയാണെന്നുണ്ടെങ്കിലും സ്വപ്നവല്ലിയാണെന്നുണ്ടെങ്കിലും രാമനാഥനാണെന്നുണ്ടെങ്കിലും പറഞ്ഞു അതിനെക്കുറിച്ചായിരിക്കുമോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മഹേഷിനോട് ചോദിക്കുന്നത്, എന്താ ചെയ്യാൻ മോനെ എന്ന് ചോദിക്കുകയാണ്. അറിയില്ല, ബാക്കിയൊക്കെ നാളെ സംസാരിക്കാം, ഇപ്പം നിങ്ങൾ പോയി കിടന്നോ എന്ന് പറയുകയാണ്. ഇഷിത ആണെന്നുണ്ടെങ്കിൽ നേരെ ചിപ്പിയുടെ റൂമിലേക്ക് ചെല്ലാനായിട്ട് ചിപ്പിയുടെ കെട്ടിപ്പിടിച്ച് എടുക്കണം. അപ്പോൾ കുറച്ച് നേരം വൈകിപ്പോയി മോളെ, അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാണ് ഒരു ചേട്ടൻ്റെ ജീവൻ അമ്മ രക്ഷിക്കേണ്ടി വന്നു, പക്ഷേ അച്ഛനത് കേൾക്കാൻ തയ്യാറായില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് കണ്ണു തുറന്ന് ചിപ്പി ഇങ്ങനെ നോക്കുന്നുണ്ട്. അമ്മയെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചിപ്പി ഇഷിതനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ പൂജാമുറി നിന്ന് പ്രിയാമണി പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു കുഞ്ഞു കാര്യം കൂടെ നടത്തി തരാനായിട്ട്. ഇഷുവിൻ്റെ കാര്യമാണ്. ഇഷുവിന് ചിപ്പി മകൾ തന്നെയാണ്, എങ്കിലും അവൾക്കും ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അവൾക്ക് കൊടുക്കണം. ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് അവളെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം, അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് പുറത്തേക്ക് വന്ന പ്രിയാമണിയുടെ അടുത്ത് വന്നിട്ട് സ്വപ്നവല്ലി ചൂടാവാണ്. അതേ, മകളെ വളർത്തുന്നുണ്ടെങ്കിൽ നന്നായി വളർത്തണം, മക്കളെ വളർത്താൻ പഠിപ്പിക്കണം. അവളെ ഇന്നലെ രാത്രി എവിടെയായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. മഹേഷ് സിറ്റി മുഴുവൻ അവളെ തിരഞ്ഞു നടന്നു, എന്നിട്ടും അവളെ കണ്ടില്ല, അവൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല, അവൾ ആരുടെ കൂടെ കറങ്ങാൻ പോയതാണ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അവളെ രാത്രി 10 മണിക്ക് ഒരു പയ്യൻ്റെ കൂടെ കോഫി ഹൗസിൽ വെച്ച് കണ്ടവരുണ്ട് എന്നൊക്കെ പറയണതൊക്കെ കേട്ടിട്ട് പ്രിയാമണി ആകെ നെഞ്ഞത്ത് കൈ വെച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താണ് പറയുന്നതെന്ന് അറിയാതെ. അതിന് നിങ്ങൾക്ക് മക്കളെ വളർത്താൻ അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടിങ്ങാണ്ട് പ്രിയാമണിയല്ല സ്വപ്നവല്ലി അവിടെ നിന്ന് പോവുകയാണ്. പ്രിയാമണി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് വരികയാണ്. മാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, സ്വപ്നവല്ലി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കണം. മക്കളെ വളർത്താൻ അറിയില്ല എന്നാണ്
എന്നോട് പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. എന്താ ഇപ്പോൾ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. ഇന്നലെ ഇഷു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല അത്രേ. ഇഷു വേറെ എവിടെയായിരുന്നു എന്നാണ് പറയുന്നത്. ആരുടെ ഇപ്പോൾ കറങ്ങി നടക്കായിരുന്നു എന്നാണ് പറയുന്നത്. അവർ ഫോൺ വിളിച്ചിട്ട് എടുത്തുമില്ല, അവളോട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? ഇതിങ്ങനെ വിട്ടാൽ ശരിയാവൂല. അവർ പറഞ്ഞതിൽ കാര്യമില്ലേ? മഹേഷ് ഇന്നലെ സിറ്റി മുഴുവൻ അന്വേഷിച്ചത്, എന്നിട്ട് അവളെ കണ്ടു കിട്ടിയില്ല. അപ്പോൾ പിന്നെ എന്താണ് അർത്ഥം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. മാഷ് അവളോട് ചോദിക്കണം, ഇത് ഇത്ര വലിയ കാര്യമാക്കാനുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെ കാര്യമാക്കണ്ടേ, മാഷ് ചോദിച്ചാൽ മാത്രം പോരാ, ശകാരിക്കുകയും വേണമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മാഷ ശരി സംസാരിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. പിറ്റേ ദിവസം അന്ന് രാവിലെ തന്നെ മഞ്ജിമ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്വപ്നവല്ലിയുണ്ട്, അവൾ എഴുന്നേറ്റില്ലല്ലോ. ചിപ്പി എഴുന്നേറ്റിട്ടില്ല. ചിപ്പിന് സ്കൂളിൽ പറഞ്ഞയക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നില്ലല്ലോ അവൾ. ബാക്കിയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൾ എന്ത് പറഞ്ഞേനെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രാമനാഥനാണെന്നുണ്ടെങ്കിൽ പറയാൻ കേട്ടോ. രാമനാഥൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മഞ്ജിമ പറയാണ്, അവളെ സ്വഭാവം ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ സ്വപ്നവല്ലി അറിയാം, ശരിയാ, ഞാൻ അവളെ ഇത്തിരി സ്നേഹിച്ച് പോയി എന്ന് പറയട്ടോ. അപ്പോൾ രാമനാഥൻ വന്ന് പറയാം, ഞാനത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ രാമൻ എൻ്റെ സൈഡിലേക്ക് നോക്കൂലല്ലോ, അവളുടെ സൈഡിൽ മാത്രമല്ലേ രാമൻ നോക്കുള്ളൂ. അതെ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട. അവളിതേ ഒരു കേസ് രണ്ടുപേരുടെയും പേരിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിലാവും. ചിലപ്പോൾ നിങ്ങൾക്ക് സ്ലോ പോയിസൺ തരാൻ മടിയില്ല അവൾക്ക്, അതും തന്നിരിക്കും എന്ന് പറയട്ടോ. അയ്യോ അമ്മേ, ഇനി അവൾ അടുക്കളയിൽ കയറ്റണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്ക് മാത്രം കയറിയാൽ മതി. അയ്യോ ഞാനില്ല, അമ്മയുടെ കൈപ്പുണ്യൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മഞ്ജിമ പറഞ്ഞു ഒഴിയും കേട്ടോ. അങ്ങനെ മഹേഷ് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ചിപ്പി റെഡി ആയില്ലേന്ന് ചോദിക്കാൻ കേട്ടോ. ചിപ്പി അപ്പോൾ പറയുന്നുണ്ട്, അതെ ചിപ്പിയുടെ കാര്യത്തിലൊന്നും അവളെ ഇനി ഉൾപ്പെടുത്തണ്ട, ചിപ്പിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ തന്നെയല്ലേ അവൾ വരുന്നതിന് മുമ്പ് ചിപ്പിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതെന്ന് പറയട്ടോ. അപ്പോൾ മഹേഷ് പറയും, അമ്മേ ചിപ്പിയുടെ കാര്യങ്ങളൊക്കെ ഇഷിത തന്നെ നോക്കിക്കോളും, മറ്റാരോട് ദേഷ്യം ഉണ്ടെങ്കിലും ഇഷിത ചിപ്പിയുടെ അടുത്ത് അതെടുക്കൂല, ചിപ്പിനോട് ചിപ്പിനെ അവൾ തന്നെ നോക്കിക്കോളും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വപ്നവലിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ സമയത്ത് രാമനാഥൻ വന്നിട്ടും പറയുന്നുണ്ട്, ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ അവളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു രഹസ്യം കണ്ടെത്തി. ആദിത്യൻ്റെ കാര്യമാണോ അതോ വിനോദിൻ്റെ കാര്യമാണോ, അത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് ഇഷിത അവിടേക്ക് വരികയാണ്. അപ്പോൾ മഹേഷ് ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇഷിതിനോട് ചോദിക്കുകയാണ്, താൻ ഭക്ഷണം കഴിക്കുന്നില്ലേന്ന് ചോദിക്കണം. വേണ്ട, ഞാൻ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ മഞ്ജിമ പറയും, ഇതേ 100 പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അടവാണെന്ന് പറയട്ടോ. അപ്പോൾ രാമനാഥൻ മഞ്ജിമയെന്ന് വിളിക്കുക, ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ പ്രശ്നം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത പറയുന്നുണ്ട്, ചിപ്പിനെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, ചിപ്പി സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, ആരെങ്കിലും അവളെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് കൊണ്ടുവന്നാക്കണം എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാമനാഥൻ പറയുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ സ്വപ്നവല്ലി വരുമ്പോൾ, ഒന്നും മിണ്ടാതിക്കോ, ഏത് നേരം നോക്കിയാലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മഹേഷ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്ന രചനനെ ആരോ റീയൂണിയന് വേണ്ടി വിളിക്കാനുണ്ട്, സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് അങ്ങനെ റീയൂണിയന് വേണ്ടിയിട്ട് ആരോ വിളിക്കുകയാണ്. അപ്പോൾ പഴയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ പറയണ്ട, ഫാമിലിയും കൂടെ വരണോ എന്നൊക്കെ ചോദിക്കുകയാണ്. മഹേഷ് ചന്ദ്രനോ, നീ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്, മഹേഷ് ചന്ദ്രനൊക്കെ ഡിവോഴ്സായി, ഇപ്പോൾ ലിവിങ് ടുഗദർ ആണെന്ന് പറയട്ടോ. മോൻ ഊട്ടിയിലാണ്, ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ നോക്കാം, പരമാവധി ശ്രമിക്കാം എന്നൊക്കെ പിന്നെ ഇഷിതല്ല രചന പറയാണ് കേട്ടോ. ഈ സമയത്ത് ട്രാഫിക് പോലീസിൽ നിന്ന് ഒരു പോലീസുകാരൻ വിളിക്കാനായിട്ട് പറയും, എന്ന് ഞാൻ ട്രാഫിക്കിൽ നിന്നാണ് സാറിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്, സാറിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് മാഡം ഒന്ന് തിരിച്ച് വിളിക്കാൻ പറയുമെന്ന് പറയട്ടോ. അപ്പോൾ ശരി ഞാൻ പറയാമെന്ന് പറയട്ടോ. ഈ സമയത്ത് ആകാശ് അവിടേക്ക് വരും കേട്ടോ. അപ്പോൾ ആകാശിൻ്റെ കാർ ഇങ്ങനെ പോർച്ചിലിടാതെ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം രചന ഇങ്ങനെ ആക്കിയത് എന്താ പോർച്ചിലിടാതെ ഇവിടെ കിടക്കുന്നതെന്നൊക്കെ ആലോചിച്ചു. അങ്ങനെ രചന അടുത്തേക്ക് ആകാശ് വരും. ഇന്നലെ എപ്പോഴാണ് വന്നത്, ഒരുപാട് വൈകിയോ, 11:30 വരെ ഞാൻ കാത്തിരുന്നു, ഞാനൊരു 12:30 വന്നപ്പോഴെന്നൊക്കെ പറയട്ടോ. എന്നിട്ട് സ്കൂൾ ബസ് പോയതിന് ശേഷമാണോ ആകാശ് പോകുന്നതെന്ന് ചോദിക്കട്ടോ. അതെ, സ്കൂൾ ബസ് വരാൻ നേരം വൈകിയോ, കുറച്ച് നേരം വൈകി എന്നൊക്കെ പറയട്ടോ. ആകാശ് ഇങ്ങനെ വിക്കിയാണ് പറയുന്നത്, കാരണം ആകാശിന് കറക്റ്റായിട്ട് ഒരു ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ രചന പറഞ്ഞു, പക്ഷേ സ്കൂളിൽ നിന്ന് വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ആകാശ് നോണ പറയും, സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചു, അവിടെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രചന അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, ട്രാഫിക്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആകാശിനെ എന്ന് പറയും കേട്ടോ. പെട്ടെന്നാണ് ആ ഒരു വണ്ടി ഇടിച്ച കാര്യം ആകാശിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.